ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് വ്ളോഗാണ്. ന്യൂ ഇയർ ആയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതിൽ ഫസ്റ്റത്തെ ദിവസം കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ദിവസം എങ്ങനെ ഞാൻ കേക്ക് ചെയ്തതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പോൾ ഈ ഒരു കേക്കെല്ലാം ചെയ്യണത് 31-ാം തീയതി മുതലാണ്. അപ്പോൾ അന്ന് ഞാൻ ഒരു 10 മണി ആയതുകൊണ്ട് സമയത്ത് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണി ആയപ്പോഴാണ് കേക്കിന് ഓരോ ഓർഡറുകളായിട്ട് വന്ന് തുടങ്ങിയിട്ടുള്ളത്. എല്ലാം വൈകിട്ട് മുതൽ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി കറണ്ട് വരുമോ എന്നുള്ളത് കേട്ടോ. അപ്പം ആരോ പറഞ്ഞു വരൂല, വൈകിട്ടേ വരുള്ളൂ, ഒരു 5:30 ആവും കറണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ബേക്കിങ്ങും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ടും അതുപോലെ ഗ്യാസ് ടോപ്പിൽ വെച്ചിട്ടൊക്കെ ആയിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 3 പാത്രങ്ങളിലായിട്ട് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാറ്ററെല്ലാം ഇൻവെർട്ടറിലാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കേക്കും ഇതുപോലെ ഓരോ പാത്രങ്ങളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നിച്ചിട്ട് ബാറ്റർ ബീറ്റ് ചെയ്തെടുക്കും. അതായത് 3 കിലോനൊക്കെ ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഓരോ പാത്രത്തിൽ ഒഴിക്കും. എന്നിട്ട് പിന്നെ അത് ബേക്കായി വരുമ്പോൾ അടുത്ത പാത്രം വെക്കും. അങ്ങനെ ചെയ്യുന്നത്. അതുവരെ മറ്റേ ബാറ്റർ പുറത്തിരിക്കും. അങ്ങനെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോന്ന് ബേക്കായി വരുന്ന ആ ഒരു ഗ്യാപ്പിലായിട്ട് അതിലേക്ക് വേണ്ട ക്രീമും കൂടി ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇൻവെർട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 2 ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബീറ്റർ അധികം യൂസ് ചെയ്യാത്ത കാരണം ചെറുതായിട്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ട്, ഇടയ്ക്ക് ഓഫായി പോകും. അപ്പോൾ ആ സമയത്ത് ഇൻവെർട്ടറിൽ എന്താ പറയുക, ഇത് താങ്ങാൻ പറ്റാതായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചാർജ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ലൈറ്റ് മിന്നി വരുന്നുണ്ട് കേട്ടോ. എന്നാലും പെട്ടെന്ന് തന്നെ ആ ഒരു പാക്കറ്റും കൂടി, അതായത് 2 പാക്കറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സമാധാനമാണല്ലോ. പിന്നെ വൈകിട്ട് കറണ്ട് വന്നതിൻ്റെ ശേഷം ബാക്കിയുള്ള ക്രീം അടിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഇവിടെ ഓരോ പാക്കറ്റായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. അത് നല്ല സ്റ്റിഫാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പഞ്ചസൊക്കെ തലേ ദിവസം ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓവനിൽ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം റിസ്ക് ഉണ്ടായില്ല. കാരണം ഓരോ കേക്കായിട്ട് ഇപ്പം ഇങ്ങനെ ഫസ്റ്റ് തന്നെ ചൂടാറാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ആദ്യം ബേക്ക് ചെയ്തത് ഉള്ളതുകൊണ്ട് ഇതെല്ലാം ചൂടാറിയതായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിവിടെ ക്രം കോട്ടിങ് ചെയ്യലും അതുപോലെ ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 6 ഹാഫ് kg അതുപോലെ 3 1 kg ആണ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് ഫസ്റ്റ് കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ ഇങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് രാത്രി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിനനുസരിച്ചിട്ട് സ്പഞ്ച് കൂടുതലാക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഓർഡർ വന്നതിനേക്കാളും കുറച്ച് കൂടുതൽ സ്പഞ്ചസ് ഉണ്ടാക്കി. കാരണം കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചാർജ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് വരുന്ന ഓർഡറൊന്നും ക്യാൻസൽ ചെയ്തില്ല, എങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് ഗണേഷ് ചെയ്തെടുത്തു. കാരണം ഒരുവിധം കേക്കെല്ലാം വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറാണ്. അപ്പോൾ എല്ലാത്തിനും ഒരേ ഡിസൈൻ തന്നെ കൊടുക്കുക. കാരണം നമുക്ക് കുറേ ഓർഡർ വരുമ്പോൾ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒന്നും ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല, ടൈം കിട്ടൂല. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഗണേഷ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഗണേഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എല്ലാ കേക്കിൻ്റെ മുകളിലായിട്ടും ട്രിപ്പാക്കിയിട്ട് കൊടുക്കുക, അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതുക. അപ്പോൾ സിമ്പിളായിട്ടാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച പഠനം ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഗണേഷ് ലൂസായിരിക്കണത്. ഇനി നമ്മൾ കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ ഞാൻ ഓരോ കേക്കും ഫൈനൽ കോട്ടിങ് ചെയ്ത് ഡ്രിപ്പും കൊടുത്തതിൻ്റെ ശേഷം ഫ്രീസറിലേക്കാണ് വെക്കുന്നത്. പിന്നെ ഫ്രീസർ ഫുള്ളായതിൻ്റെ ശേഷം പിന്നെ താഴത്തേക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ഇത് ഞാൻ ഒരു ബർത്ത്ഡേ കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഇത് 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് ബ്ലൂ കളറിലും ഐസ് ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിൽ വൈറ്റ് കളറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കൂടുതലായിട്ടുള്ള ഡെക്കറേഷൻ ഒന്നുമില്ല, എല്ലാം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൈഡിലായിട്ട് സിൽവർ ലീവ്സ് വെച്ചിട്ടാണ് ഒരു കുറച്ച് ഭാഗത്തായിട്ട് കൊടുക്കുന്നത്. പിന്നെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സിമ്പിളാക്കി കൊടുക്കണം. കാരണം കൂടുതൽ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടൈം എന്തെങ്കിലും ഇനിയിപ്പോൾ ക്രീം ഡെക്കറേഷൻ കൂടിക്കഴിഞ്ഞാൽ ക്രീം അത്രയും വേണമല്ലോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ക്രീം ബീറ്റ് ചെയ്യുക എന്നുള്ള ആ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കേക്കും ഞാൻ സിമ്പിളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ബട്ടർഫ്ലൈനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എഡിബിളല്ല, കഴിക്കാൻ കഴിയില്ല.
ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ബട്ടർഫ്ലൈ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് റെഡി ആയതിൻ്റെ ശേഷം ഞാനിങ്ങനെ ഓരോന്നിൻ്റെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോണ്ടൻറ്റിൽ നെയിം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യം ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മുകളിലായിട്ട് ഹാപ്പി ന്യൂ ഇയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചിട്ടാണ് ഡെലിവറി ചെയ്യാനുള്ളത്. ഇതൊരു ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുക്കാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്പഞ്ച് റെഡിയാണ്, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ബാക്ക് ഡ്രോപ്പിൻ്റെ മുകളിലായിട്ട് പെന്ന് വെച്ചിട്ട് വരച്ചിട്ടുണ്ട്. ഇത് ആങ്ങളുടെ മോളെ പണിയാണ് കേട്ടോ. അവൾക്ക് പെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വരച്ച് വെക്കും. അപ്പോൾ വരച്ച് വെച്ചത് ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് പോയതിൻ്റെ ശേഷം വരച്ചതായിരുന്നു. അപ്പോൾ പിന്നെ ഏകദേശം നമ്മളെ ഇൻവെർട്ടർ ചത്ത് കഴിഞ്ഞു. ഇൻവെർട്ടറിൽ പിന്നെ ചാർജൊന്നും ഇല്ലാതെ ഫുള്ള് ഓഫായി പോയി, ഇരുട്ടായി പോയിട്ടാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സ്പഞ്ചസും അതുപോലെ ക്രീമൊക്കെ വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ഐസിങ് ചെയ്ത് തുടങ്ങി. അപ്പോൾ വൈകിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കണമല്ലോ, എന്നാലല്ലേ ആ ഒരു കേക്ക് ഫ്രീസറിൽ ഇരുന്നിട്ട് കൂളാവുള്ളൂ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി. അതുപോലെ തന്നെ പിറ്റേ ദിവസം കൊടുക്കാനായിട്ട് ഹണി നട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, കറണ്ട് വന്നതിന് ശേഷം വേണം ഇതിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചസൊക്കെ റെഡിയാക്കാൻ. അപ്പോഴത്തേന് നമുക്ക് അത്രയും ഫ്രീ ആവണ്ടേ, പിന്നെ അത്രയും ലേറ്റ് ആയിട്ടാവും പിന്നെ നമുക്ക് വർക്കെല്ലാം കഴിയുക. അപ്പോൾ ഓരോന്നായിട്ട് ഫ്രീ ആവുന്ന സമയങ്ങളിൽ ചെയ്തു തുടങ്ങിയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കേക്കിൻ്റെ കുറച്ച് കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഹാപ്പി ന്യൂ ഇയർ എഴുതിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എല്ലാ കേക്കും വൈകിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. തിരക്കുള്ളതെല്ലാം ഫസ്റ്റിനെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ 1 kg സ്ക്വയർ കേക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ റൗണ്ട് കേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാഫ് kg ചെയ്തിട്ടുള്ളത് ഒരു 4 ബ്ലാക്ക് ഫോറസ്റ്റും ഒരു റെഡ് വെൽവെറ്റും. ഇതെല്ലാം അർജൻറ്റ് ഉള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ പരിപാടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എല്ലാ കേക്കിലും ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത്. ക്രീമിൽ കുറച്ച് ലൈറ്റ് കളർ ആഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എല്ലാം വൈറ്റും ബ്ലാക്കും ആക്കിയിട്ടില്ല, കളർ ചേഞ്ച് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാം ഗണേഷ് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ആളെ വെയിറ്റ് ചെയ്തിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പോൾ കിച്ചണിൽ വർക്കൊന്നുമില്ല, കാരണം കറണ്ട് ഇല്ല, ലൈറ്റ് ഇല്ല. പിന്നെ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ച് ടൈം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആങ്ങളുടെ മോളാണ്, ചെറിയ കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇവരെല്ലാവരും ഇവിടെ കളിക്കണുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടിരിക്കുകയാണ്. ഈ കേക്ക് ഡെലിവറി ചെയ്തതിൻ്റെ ശേഷം ഇനി അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ, കാരണം ഈ കേക്കെല്ലാം പുറത്തിരിക്കുകയാണ്, കുട്ടികൾ പുറത്തുണ്ട്. അപ്പോൾ അവർ ആരെങ്കിലും വന്നിട്ട് ഇത് തട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അന്നത്തെ ദിവസത്തെ വീണ്ടും പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5:30 കഴിഞ്ഞതിൻ്റെ ശേഷം കറണ്ട് വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ വേഗം കുറച്ച് ക്രീം ബീറ്റ് ചെയ്തു കേട്ടോ. കാരണം നേരത്തെ സ്പഞ്ചസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ സ്പഞ്ചസ് ഉണ്ടാക്കിയിരുന്നു അടുപ്പത്ത് വെച്ചിട്ട് തന്നെ. അപ്പോൾ അതെല്ലാം ഐസിങ് ചെയ്യണം. അപ്പോൾ പിന്നെ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതിനിടയ്ക്കായിട്ട് ടൈം ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കലും എല്ലാം നടക്കുന്നുണ്ട്. എല്ലാം ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഓരോ കേക്കുകളായിട്ട് ഇവിടെ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ നൈഫ് വെച്ചിട്ട് നമുക്ക് സെറ്റ് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ അതിലുള്ള നൈഫ് വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് അങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചാൽ മതി. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെ ചെയ്യാമെന്ന്. ഇതിൻ്റെ മുന്നൊരു ഫോട്ടോ ഇട്ട സമയത്ത് ഇൻസ്റ്റയിൽ ഇട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കേക്കും കൂടി ആനിവേഴ്സറി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനിടയ്ക്കായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഡെക്കറേഷന് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു. ഓരോരോ ആൾക്കാരായിട്ട് അവരെ കേക്ക് ആവശ്യപ്പെടുമ്പോൾ അതിങ്ങനെ വന്ന് വാങ്ങി കൊണ്ടുപോകലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് അധികം ഫോൺ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ കേക്കുകളായിട്ട് ഞാനിങ്ങനെ പറ്റണ സമയത്ത് ഫോട്ടോസ് എടുക്കണുണ്ട്. ചിലതൊന്നും ടൈം കിട്ടാത്ത കാരണം ഫോട്ടോസ് എടുക്കാനും കഴിഞ്ഞില്ല. ആൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ലല്ലോ. ഇതെല്ലാം രാത്രിയാണ് കേട്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളത്. പിന്നെ എല്ലാ കേക്കും ന്യൂ ഇയറിൻ്റെ കേക്ക് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഞാൻ പിറ്റേ ദിവസത്തിനുള്ള കേക്കിൻ്റെ വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള സ്പഞ്ചസൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ കേക്കും ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് വേണം കിടക്കാൻ കേട്ടോ. കാരണം പിറ്റേ ദിവസം 1-ാം തീയതിയാണ് ചിലപ്പോൾ ന്യൂ ഇയർ കേക്ക് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ആകുമ്പോൾ ഒന്നും കൂടി തിരക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കറണ്ടിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ ഇനിയും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കേക്കും ഞാൻ ഓർഡർ ഉള്ളതെല്ലാം ചെയ്തു വെച്ചു. അതുപോലെ 2-3 കേക്ക് എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചു കേട്ടോ. കാരണം ഇനിയും ഓർഡർ വന്നാലോ കൂടുതലും ഹാഫ് kg ആയിരിക്കും വരിക. അപ്പോൾ 2-3 എണ്ണം വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഓവണിനകത്ത് വെച്ചു. എല്ലാ കേക്കിൻ്റെ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇപ്പോൾ ഉള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. കൂടുതലൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിയണില്ല കേട്ടോ, കാരണം ഒരുപാട് ടൈമാണ് പോണത് വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ അത്രയും ടൈം നമ്മൾ വർക്ക് വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്ലീനിങ്, ഈ ഒരു പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കെടുക്കാൻ. അപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം രാവിലെ മുതലേ ഉള്ള വർക്കാണ്. അത്യാവശ്യം നല്ല ടയേർഡാണ്. പിന്നെ ഉമ്മ എല്ലാവരും കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉമ്മ ഈ പാത്രങ്ങളൊക്കെ കഴുകി തരും. അപ്പോൾ കേക്കുകളൊക്കെ ഇപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം രാവിലെയും ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ മുകളിലുള്ള വാഞ്ചോ രാവിലെ നേരത്തെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ താഴത്തെ വാഞ്ചോം തന്നെ ഒരു 8 മണിക്ക് ഡെലിവറി ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കേക്കും ഞാൻ പിന്നെ വർക്കൊക്കെ കഴിച്ചത്. പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിധമൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ തന്നെ ടൈം 2:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു കേട്ടോ, തീരെ വയ്യാതെ ആയ ഒരു അവസ്ഥയായിരുന്നു. കാലിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2:30ക്ക് കിടന്നിട്ട് പിന്നെ ഇനി രാവിലെ ആണ് ഇപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയമാണ് കേട്ടോ. അപ്പം മോന് 6:30ക്ക് മദ്രസയിൽ പോകും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഒരു കേക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് 1 kg വാഞ്ചോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നേരത്തെ എന്താ കേക്ക് ഡെലിവറി ചെയ്യണമെന്ന് വിചാരിക്കേണ്ട. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ടൈം ആകുമ്പോൾ കൊടുക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഒന്ന് BP അങ്ങാടിയിൽ പോകണം. അത്രയും ഡെലിവറി ചാർജ്, ഓട്ടോ ചാർജ് നമ്മൾ കൊടുക്കും വേണം കേട്ടോ. അതുകൊണ്ടാണ് അത് നേരത്തെ കൊടുത്ത് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് 1 kg വാഞ്ചോ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് 8 മണിക്ക് കൊടുക്കാനുള്ള വാഞ്ചോ ആയിരുന്നു. ഇത് 1/2 kg ആണ് കേട്ടോ. അപ്പോൾ ഇതും തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 8 മണിക്ക് വരും എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് പാക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം ഞാൻ പോയി കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ ഒരു 9 മണിക്ക് എണീറ്റിട്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായത്. ഇതിൽ നെയിം എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് ഫ്ലേവർ വന്നിട്ടുള്ളത് വാനിലയാണ്. ഒരു 2.5 കിലോ ആണ് ഇതിന് വെയിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് ഫ്ലാറ്റാക്കി 3 kg സൈസിലാക്കി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറേ പേര് അന്ന് ഞാനൊരു കോമ്പറ്റീഷന് ഈ ഒരു കേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് 1 kgയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഇതും തന്നെ തലേ ദിവസം ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമയമായപ്പോൾ ആ ഒരു കേക്ക് ഡെലിവറി ചെയ്തു. അതുപോലെ തന്നെ ഇത് കൂടാതെ തന്നെ 2 ബ്ലാക്ക് ഫോറസ്റ്റ് 1 kg അതുപോലെ 2 1/2 kg വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ എനിക്ക് വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂ ഇയറിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ളൊരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ന്യൂ ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയങ്ങൾ മാത്രം സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്